ഷാനവാസിന് ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് നൽകിയിരിക്കുന്നു. സ്പോൺസർ ടാസ്കിന്റെ ഫയൽ എടുക്കുവാൻ വേണ്ടി കൺഫെഷൻ റൂമിലേക്ക് പോയ ബിഗ് ബോസ് ഷാനവാസിനോട് സുഖവിവരങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം ഷാനവാസിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു സീക്രട്ട് ടാസ്ക് നൽകുവാൻ പോവുകയാണ്. മുൻപത്തെ സീക്രട്ട് ടാസ്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ടാസ്ക് നന്നായി പെർഫോം ചെയ്യുവാനാണ് ഷാനവാസിനോട് പറഞ്ഞിരിക്കുന്നത്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാങ്കാണ്. ബിഗ് ബോസ് കുറച്ചു കഴിഞ്ഞാൽ ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടത്തുവാൻ പോവുകയാണ്. അത് ഒരു പ്രാങ്ക് എവിക്ഷൻ ആയിരിക്കുമെന്നാണ് ഷാനവാസിനോട് പറഞ്ഞിരിക്കുന്നത്. ആരെ പ്രാങ്ക് ചെയ്യണമെന്ന് ഷാനവാസിന് തീരുമാനിക്കാമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഷാനവാസ് ഒന്നും കൂടി വെരിഫൈ ചെയ്തു, ഇത് പ്രാങ്ക് തന്നെയല്ലേ എന്ന്. ആ സമയം ബിഗ് ബോസ് പറഞ്ഞു, തീർച്ചയായും ഇതൊരു എവിക്ഷൻ പ്രാങ്ക് ആണെന്ന്. അപ്പോൾ ഷാനവാസ് ബിഗ് ബോസിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദിലയെയാണ് പ്രാങ്ക് ചെയ്യുവാൻ പോകുന്നത്. ഇന്നത്തെ ബിഗ് ബോസിന്റെ പ്രമോ കണ്ടവർക്കറിയാം, ഇന്ന് എവിക്റ്റ് ആയിരിക്കുന്നത് ആദിലയായിട്ടാണ് പ്രമോയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് ശരിക്കും ഷാനവാസും ബിഗ് ബോസും അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാങ്ക് ആയിരുന്നു. ഷാനവാസിനോട് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ 10 പേരിൽ 6 പേരുടെ വോട്ട് ആദിലയ്ക്ക് വരണം. അങ്ങനെയാണെങ്കിലാണ് ഈ ഫേക്ക് എവിക്ഷനിലൂടെ ആദില പുറത്തു പോവുക. അതിനായി ഷാനവാസിനെ കൂടാതെ മറ്റ് 5 പേരെയും നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നായിരുന്നു ഷാനവാസിനോട് പറഞ്ഞത്. അതും വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന 5 പേരാകണം. ഷാനവാസിന് വേണമെങ്കിൽ അവരോട് ഇത് സീക്രട്ട് ടാസ്ക് ആണെന്ന് പറയാം. എങ്കിലും 6 വോട്ടുകൾ ആദിലയ്ക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ വോട്ടിംഗ് വേണ്ടത് എന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. എന്തായാലും പ്രമോ കണ്ടത് പ്രകാരം ആദിലയ്ക്ക് 6 വോട്ട് കിട്ടി ആദില എവിക്റ്റ് ആകുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഷാനവാസ് കൺഫെഷൻ റൂമിൽ വെച്ച് പറഞ്ഞു, വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുന്ന ഒരാൾ ലക്ഷ്മിയാണ്. മറ്റുള്ളവരെ ആലോചിച്ച് തീരുമാനിക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്പോൺസർ ടാസ്ക് നടക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞു. അതിനിടയിൽ നിങ്ങൾ ഇതിനുള്ള എല്ലാ പരിപാടികളും സെറ്റ് ചെയ്യണമെന്നായിരുന്നു ബിഗ് ബോസ് കൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു പ്രാങ്ക് എവിക്ഷൻ ആണെങ്കിലും കണ്ണീരിലായെത്തുന്ന പ്രമോ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.